അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3111. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മിൽ നിന്ന് തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ ഒരു നന്മ ചെയ്യണം. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റജുലൻ അസാബ മിൻ ഇംറാത്തിൻ ഖുബ്ലതൻ, നിശ്ചയം ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ ചുംബിച്ചു, സംഭവിച്ചു പോയി. ഫഅതൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു, ഇത് കഴിഞ്ഞപ്പോൾ അല്ലാഹ് പറ്റിപ്പോയല്ലോ എന്ന ചിന്ത വന്നു. സാഹചര്യങ്ങളെ കൊണ്ട് സംഭവിച്ചതാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സംഭവം പറഞ്ഞു, റസൂലുള്ളാഹിനോട് വന്ന് വിവരം പറഞ്ഞു. ഖാല, റാവി പറയാണ്, ഫനസലത്ത്, അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, അഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത് ദാലിക ദിക്റ ലിദ്ദാകിരീൻ. ശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. നിസ്കാരം നിലനിർത്തുക, 5 വഖ്ത് നിസ്കാരം നിലനിർത്തുക. പകലിൻ്റെ 2 സമയങ്ങളിലും 2 ഭാഗത്തും അതുപോലെ രാത്രിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുമായിട്ട് 5 വഖ്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നിശ്ചയം നന്മകൾ, സൽക്കർമ്മങ്ങൾ അത് തെറ്റുകളെ ഇല്ലാതെയാക്കി കളയും. ഇത് ചിന്തിക്കുന്ന, ഉപദേശം സ്വീകരിക്കുന്ന ആളുകൾക്കുള്ളൊരു ഗുണപാഠമാണ്, ഉപദേശമാണെന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ഒരു ആയത്ത് ആ സമയത്ത് അവതരിച്ചു. തെറ്റ് ചെയ്തവർക്ക് ആ തെറ്റ് പൊറുക്കാൻ നന്മകൾ ചെയ്താൽ മതി എന്ന ആശയം വരുന്ന ഈ ആയത്തിറങ്ങി. റാവി പറയാണ്, ഫഖാല റജുലു, അപ്പം ഇദ്ദേഹം ചോദിച്ചു റസൂലുള്ളാഹിനോട്, അലിയ ഹാദിഹി, ഇത് എനിക്കാണോ, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഇത്, ഈ ആയത്തിലെ പരാമർശം? യാ റസൂലല്ലാഹ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിമൻ ആമില ബിഹാ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ആർക്കും ഇത് പറ്റും, എല്ലാവർക്കുമുള്ളതാണ്. തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ സൽക്കർമ്മം ചെയ്താൽ, നന്മ ചെയ്താൽ ആ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഇത് കാരണമായി തീരും, ആ തെറ്റുകൾ മായ്ക്കപ്പെടാൻ ഇത് കാരണമായി തീരും. അതുകൊണ്ട് നന്മ വർദ്ധിപ്പിക്കുക. തെറ്റുകൾ ചെയ്യണമെന്നല്ല, സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ പറ്റിപ്പോവും. സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നന്മ ചെയ്തതിന് പരിഹരിക്കാൻ ശ്രമിക്കുക. തൗബ ചെയ്ത് പൊറുക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അല്ലാഹു തആല അത്തരത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.